ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കടകളിലൊക്കെ കിട്ടുന്ന ടൊമാറ്റോ കെച്ചപ്പ് എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാമെന്ന് കാണാനാണ്. ആ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കെച്ചപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 6 ഇടത്തരം വലിപ്പത്തിലുള്ള തക്കാളിയാണ്. ഇനി നമുക്കിതിനെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഒരു സവാളയുടെ 4/1 ഭാഗവും ഒരു ബീട്രൂട്ടിൻ്റെ ചെറിയൊരു പീസ് നമുക്ക് എടുക്കാം. പിന്നീട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, വളരെ കുറച്ച് ഇഞ്ചി മതിയാവും. ഇഞ്ചിയൊക്കെ കൂടുതലാണെങ്കിൽ എരിവുണ്ടാകും. വെളുത്തുള്ളി അല്ലി വലുതാണെങ്കിൽ 2 മതിയാകും. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ 4 എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ തക്കാളിയെല്ലാം നല്ലപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി സവാള 4/1 ഭാഗം എടുത്തു വെച്ചത് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടും ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴേ നമ്മുടെ കെച്ചപ്പിന് നല്ല ഒരു ടേസ്റ്റ് വരാറുള്ളൂ. കടയിലൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പോലെ നല്ല സ്വീറ്റായിട്ടിരിക്കുകയുള്ളൂ. പിന്നെ കുറച്ച് ഉപ്പും, 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലാക്കി മൂടി വെച്ച് ഒരു 30 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചേർക്കാൻ മറന്നു പോയിട്ട് ലാസ്റ്റാണ് ചേർത്തത്. എന്നാലും ടേസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല. വിനെഗറും മുളക് പൊടിയും ഒക്കെ ആയിട്ട് നമ്മുടെ കടകളിലെ പോലെ തന്നെ ചെറിയ പുളിയും ടേസ്റ്റും ഒക്കെ കിട്ടും. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത ശേഷം നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ശേഷം ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ചുകൂടി ഒന്ന് കുറുകിയ പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പാനിലൊഴിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പം നമുക്ക് ഈ സമയത്ത് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നത് കൊണ്ട് ഈ സമയം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന സെയിം ടേസ്റ്റും സെയിം തിക്നെസ്സിലുമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ഏതെങ്കിലും ബോട്ടിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാൻ മുമ്പ് ഇവിടെ സോസ് വാങ്ങിയ ഒരു കുപ്പിയിൽ ഇത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 4 ആഴ്ച വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. സ്പെഷ്യൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തില്ലെങ്കിൽ പോലും കേടാകാതെ തന്നെ ഇരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈ ബോട്ടിലും പിന്നെ ഒരു ചെറിയ ബൗളിലും കൂടെ കൊള്ളുന്ന അത്ര സോസ് കിട്ടിയിട്ടുണ്ട്. വെറും 6 തക്കാളി കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ.